എൻ്റെ അമ്മ മാതാവിനും തിരുവുമാനും 1000 നന്ദി. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം 1000 നന്ദി ഞാൻ അമ്മയോട് പറയുന്നു. എനിക്ക് 32 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് പല ട്രീറ്റ്മെൻറ്റുകളിലും നടത്തി, പക്ഷേ അത് മാറിയില്ല. ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അന്നേരം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇവിടുന്ന് പോകുമ്പം തല പൊട്ടിത്തെറിക്കുന്ന വേദനയായിരുന്നു. അവിടെ ചെന്ന് മാതാവിൻ്റെ എൻ്റെ അമ്മയുടെ തൈലം തലയിൽ പ്രാർത്ഥിച്ച് ഞാൻ പുരട്ടി. അതങ്ങ് മാറി. പക്ഷേ ഞാനത് അത്രയും തോന്നാക്കില്ല. പിന്നെയും വരുമെന്ന് ചോദിച്ചു. പക്ഷേ ഇവിടുന്ന് ഞാൻ മുംബൈയിലാണ്. എൻ്റെ പേര് പ്രസന്ന നായർ. ഞാൻ മുംബൈയിലാണ്. മുംബൈയിൽ നിന്ന് വരുവാണ്. ചെയ്തു. ഞാൻ അവിടെ തിരിച്ച് ഞാൻ മുംബൈയിലേക്ക് പോയി. മുംബൈ ചെന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നിൻ്റെ മൈഗ്രെയിൻ്റെ മരുന്ന് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഒഴിക്കുന്നത്, ഇപ്പം 2-3 ആഴ്ചയുണ്ട്, ആ വേദന എനിക്ക് വരുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പം ആ വേദന വരുന്നില്ല, മരുന്ന് ഞാൻ കഴിക്കാറുമില്ല എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു, മരുന്ന് മേടിക്കാം. അപ്പം പറഞ്ഞു, വേണ്ട, നോക്കട്ടെ, അതെൻ്റെ അമ്മ മാതാവിൻ്റെ മൂലം അത് മാറിയെന്നാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഇന്ന് 1 വർഷമായി. മെയ് 17 ആകുമ്പോൾ 1 വർഷമായി. ആ വേദന ഇതുവരെ എനിക്ക് വരാറില്ല, ഇതുവരെ വന്നിട്ടുമില്ല അത്. പിന്നെ എനിക്ക് ഈ ബോണ്ടിലിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് കൈ പൊക്കാനോ എടുക്കാനോ ഒരു പിച്ചാത്തി പോലും പിടിക്കാനുള്ള എനിക്ക് ഒക്കില്ലായിരുന്നു. എല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്തു തരുന്നത്. മൊബൈലാണ്, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ അവിടെ. ചേട്ടൻ തന്നെ ലാബിലെല്ലാം ചെയ്ത് വെച്ചിട്ട് പോവും. ആ വേദന ഭയങ്കര വേദന. അതും ട്രീറ്റ്മെൻറ്റ് ഒത്തിരി ചെയ്തു. ആയുർവേദം, ഹോമിയോ, അലോപ്പതി എല്ലാം ചെയ്തു. പിന്നെ ഞാൻ തന്നെ അങ്ങ് മടുത്തു, വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ആരാധനയായിരുന്നു അത്. ആരാധന കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ വലത് കാലിൻ്റെ ഭാഗത്ത് മസിൽ മാതിരി ഉരുണ്ടുകൂടി കിടക്കുന്നുണ്ടെന്ന്. ശരിയാണ്, എനിക്ക് ആ വേദന വരുമ്പം അങ്ങനെ വരാറുണ്ട്. ഞാനത് അത്രയും കാര്യമില്ല. അച്ഛൻ പറഞ്ഞു അത് അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതും വിട്ടു. 1 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ എല്ലാ ജോലിയും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയായി. അപ്പം ഞാൻ വിചാരിച്ചു, അത് അന്ന് അച്ഛൻ പറഞ്ഞത് എന്നെ പറ്റിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. അത് അതേപോലെ മാറി. ഇപ്പം എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുന്ന അശ്വതി നായരാണ്. BSc നേഴ്സ് 3rd ഇയർ. അവൾക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു വലിയ ഇൻഫെക്ഷൻ ഉണ്ടായി. ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ മുഖം ഒഴികെ ബാക്കി എല്ലായിടത്തും ഇൻഫെക്ഷനായിരുന്നു അവൾക്ക്. അങ്ങനെ അവൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ഇൻഫെക്ഷന്, അങ്ങനെ അമ്മ എനിക്ക് വയ്യ, പിന്നെ ദേഹം മൊത്തം ഇൻഫെക്ഷനായെന്ന് പറഞ്ഞു. അവളങ്ങനെ ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ചിക്കനും മുട്ടയൊന്നും കഴിക്കേണ്ട, അതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 1 ആഴ്ചയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പിന്നെ അത് മാറുന്നില്ല. പിന്നെ അടുത്ത ഒരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞു. ലാസ്റ്റ് അവൾക്ക് അവിടെ നിൽക്കാൻ വയ്യാണ്ടായി. അപ്പോൾ അമ്മയെ ഞാൻ വരട്ടെ, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കയറിപ്പോരെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർമാർ തന്നെ ഒരു കുട്ടിയെ കൂട്ടി വീട്ടിലയച്ചു. ആങ്ങളെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് അവനിങ്ങോട്ട് വന്ന് പറഞ്ഞു, അമ്മേ ഞാൻ തന്നെ അറിഞ്ഞില്ല, ഇവിടുന്ന് പോയ കുട്ടിയല്ല തിരിച്ച് വന്നത്. അവൾ എങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു മാരക രോഗം മാതിരിയാണ് അവളെ കണ്ടപ്പോൾ. അപ്പോൾ ആങ്ങളെ ചോദിച്ചു, അമ്മ ഇവിടെ കോലം എന്തുവാ, ഇവളെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടപ്പോഴും എനിക്കറിയത്തില്ല, എൻ്റെ കുട്ടി ഇവിടുന്ന് പോയതുപോലല്ല എനിക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഞാൻ വലിയവായ കരഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, മോള് പോയി കുളിക്ക്, മാതാവിൻ്റെ ഉപ്പെടുത്ത വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പിട്ട് ഇത് ചെയ്തു. അസുഖമായിട്ടല്ല, ഇൻഫെക്ഷനാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഫുൾ ഇൻഫെക്ഷനാണ്, കറുത്ത പാടും, പിന്നെ അവിടുന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. ഇൻഫെക്ഷനാണെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇൻഫെക്ഷനാണെന്ന്, ചിക്കനും മുട്ടയും കഴിക്കേണ്ട, അതിൻ്റെ ഇൻഫെക്ഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു, മോള് കുളിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് വെച്ചിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എൻ്റെ കുട്ടികൾക്കൊരാപത്തും വരുത്തരുത്, എന്താ അസുഖം ഉണ്ടെങ്കിലും എനിക്ക് വന്നോട്ടെ, പക്ഷേ എൻ്റെ കുട്ടികൾക്കൊരാപത്തും വരുത്തരുതെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, അമ്മ എന്തിനാ കരയുന്നത്, ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല മാതാവിനോട് ഞാൻ എൻ്റെ സങ്കടം പറയണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മോനോട് വഴക്ക് പറഞ്ഞു. അങ്ങനെയായി. താഴെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇത് ഇൻഫെക്ഷനാ, കുഴപ്പമില്ല, വെള്ളത്തിൻ്റെയോ ചിക്കൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങോട്ട് എന്തോന്നാകുന്നില്ല. കാണുമ്പോൾ ഒരു അമ്മമാർക്കും കാണാൻ പറ്റാത്ത ഒരു രീതിയാണ്. കുട്ടിയുടെ മുടി ഇത്രയും താഴെ വരെ ഉണ്ടായിരുന്നു. ഇപ്പം തലയിലും ഉണ്ട്, അത് തലയിൽ മൊത്തം ഫുള്ള് ഇതാണ്, ബ്ലഡും വെള്ളവും അങ്ങനെ വരുന്നതാണ്.
ലാസ്റ്റ് അവിടെ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറും ബോംബെയിലെ ഡോക്ടറും അങ്ങനെ പറഞ്ഞു ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇവള് വീട്ടിൽ വന്നു. അപ്പോൾ ഇവളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം എന്തോ ഇതിൻ്റെയൊക്കെ പോകുന്ന വീട്ടിൽ പലരിലെന്തോ ഇതുണ്ടെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. അവരെ വിളിച്ചപ്പം വീട്ടിൽ അവർ പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ തല മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ല, മുടിയൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതേമാതിരിയുള്ള എല്ലാം ടച്ച് ചെയ്തിരിക്കുന്ന മാതിരിയാണ്. മുടിയൊന്നും ചീപ്പ് തൊടാനേ പറ്റില്ല. തുടർന്ന് വന്നാൽ അത് പിഴുതു വരും, അവിടെ നിന്ന് ബ്ലഡ് വരും. അങ്ങനെ ആയിരുന്നു. ലാസ്റ്റ് അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, അവരിങ്ങനെ ഇത് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. ഫോട്ടോ അയച്ചു നോക്കാൻ പറഞ്ഞ് മുടി മൊത്തം മൊട്ടയടിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. ഒക്കില്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കാതിരിക്കാനില്ല, ഇതിങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ ചെയ്താലേ ഒക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പം മാതാവിൻ്റെ കാശ് രൂപ ഇവിടെ കൈ കൊടുത്തിട്ട് ഇവക്കെല്ലാവരെയും വിശ്വാസ പ്രമാണവും നന്മ പറഞ്ഞ എല്ലാം അവൾ ചൊല്ലും. കുഞ്ഞുനാളിൽ തൊട്ടേ ഞങ്ങൾക്ക് അതൊരു വിശ്വാസമാണ്, മാതാവിനെയും യേശുവിനെയും. അങ്ങനെ അതെല്ലാം ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞു മോൾ അത് മുറുക്കെ പിടിച്ചോളൂ, മുറുക്കെ പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ഇവളവിടെ ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി. എന്നിട്ട് അന്ന് മറാഠിയാണ് അവിടുത്തെ സ്ഥാപനം നടക്കുന്ന മേഡം. അവർക്കന്ന് വ്യാഴാഴ്ച എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവർ 12 മണിക്ക് വരാമെന്ന് പറഞ്ഞു, വന്നില്ല. 12:30 ആയി, 11:30, 1 മണിയായി, 1:30 ആയപ്പോൾ അവർ വന്നു. അവർ വന്നപ്പം പറഞ്ഞ് ഇങ്ങനെ മുടി പിടിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, ഇത് കുഴപ്പമില്ല, മുട്ടയടിക്കണ്ട എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ശരിക്കും ഉണങ്ങി, അവിടെ തലയിൽ കൂടെ വെള്ളവും ബ്ലഡും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മാഡം പറഞ്ഞത് ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇൻഫെക്ഷനായാൽ അത് വേറൊരു പ്രോബ്ലം ആകും, അതുകൊണ്ട് മുട്ടയടിക്കണമെന്ന് അവർ പറഞ്ഞത്. അപ്പം പിന്നെ അവർ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഇത് ഞാൻ ട്രീറ്റ്മെൻറ്റിലൂടെ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അവരോട് പറഞ്ഞു മുടി കുറച്ചങ്ങ് മുറിച്ചേരെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എന്തോത്തിനാ മുറിക്കുന്നത്, അതുവരെ മുട്ടയടിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പിന്നെ അവർ പറഞ്ഞു എന്തിനാ വേണ്ട എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അത്ഭുതമാണെന്നോ എനിക്കറിയില്ല, എന്തുവാണോ അവിടെ സംഭവിച്ചത്. എൻ്റെ അമ്മ എനിക്കത് അവൾ കരച്ചിലാണോ എന്തുവാണെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അതേമാതിരിയാണ് എല്ലാം കൂടി കേട്ടപ്പോൾ അവൾക്കൊരു ടെൻഷനും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു മോള് ടെൻഷൻ അടിക്കേണ്ട. അന്നേരം എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ എന്നെ കൈവിടില്ല എന്നുള്ളത്. അങ്ങനെ എൻ്റെ അമ്മ എന്നെ കൈവിട്ടില്ല. ആ ട്രീറ്റ്മെൻറ്റ് എന്തോന്നാക്കി. പിന്നെ വൈകിട്ട് വന്നപ്പം സ്കിൻ ഡോക്ടറെ കണ്ടു. അവിടെ ചെന്ന് നോക്കാം, നമ്മൾ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മാതിരിയാണ്. അതേമാതിരി അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു ഇതെന്തോ സംഭവിച്ചേ എന്ത് ചോദിച്ചപ്പം പറഞ്ഞു പിന്നെ ബ്ലഡും അതും ഇതും എല്ലാം ചെക്ക് ചെയ്തു, യാതൊരു കുഴപ്പമില്ല, ബ്ലഡിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇത് 2 മാസമെങ്കിലും ആവും മാറാൻ. അപ്പോൾ ഇവൾക്ക് 10 ദിവസത്തെ ലീവിനാണ് അവൾ വന്നിരിക്കുന്നത്. പിന്നെ എക്സാം ടൈമാണ്. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ 2 മാസം ഒന്നും ഇവിടെ നിർത്താൻ ഒക്കില്ല, നീ ഇത് പെട്ടെന്ന് ഒന്ന് മാറ്റിത്തരണേന്നും പറഞ്ഞ് ഞാൻ വലിയ വായിക്കന്നെ കരഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ 2 മാസമെന്ന് ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് അതെങ്ങനെ മാറിക്കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ തൈലവും ഉപ്പും ഡെയിലി ഞാൻ ഉപയോഗിക്കാറുണ്ട്. കുളിച്ചിട്ട് വരാൻ ശരീരത്ത് ഫുള്ള് അത് ഉപയോഗിച്ചിട്ടാണ് അവൾ കിടക്കുന്നത്. അതുപോലെ വൈകിട്ട് അവൾ കൊന്ത ചെല്ലും, ബൈബിൾ വായിക്കും. അന്നേരം മാതാവിൻ്റെ തൈലം അവിടെ നെറ്റിൽ കുരിശ് വരച്ച് ഞാൻ എടുക്കും. ബാംഗ്ലൂരിൽ പോയപ്പോൾ ഇതെല്ലാം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. മോൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുവാണെങ്കിൽ പെട്ടെന്ന് മാതാവിൻ്റെ ഈ തൈലവും ഉപ്പ് ഉപയോഗിച്ചിട്ട് മാതാവിനെ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, മോൾക്ക് വേറെ ഒരു കുഴപ്പവും ഇനി വരില്ലെന്നും പറഞ്ഞ് അവ അയച്ചു. ഇത്രയെല്ലാം മാതാവ് എനിക്ക് അനുഗ്രഹം, ഇതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടുത്തെ സമയക്കുറവുകൊണ്ട് പറയാൻ പറ്റില്ല. ഒത്തിരി നമ്മൾ മാതാവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്. അത് 100% എനിക്ക് എന്താണ്. ഞാനൊരു ഹിന്ദുവാണ്, എന്നാൽ കൂടിയും എനിക്ക് എൻ്റെ അമ്മയെ 15 വർഷമായിട്ട് അറിയാം. അമ്മയെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ആണെങ്കിൽ ഇവർ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്. എല്ലാ ബുധനാഴ്ച ഞാൻ അവിടെ പോയി മെഴുകുതിരി കത്തിക്കാറുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ മാതാവിനെ. പിന്നെ ഞാൻ അനാഥാലയങ്ങളിൽ ഞാൻ വീട്ടിൽ തന്നെ വെച്ച് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് പിന്നെ പത്രം വിതരണം ചെയ്യാറുണ്ട്, ബുധനാഴ്ച നോയമ്പ് നോക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, വിശ്വാസപ്രമാണവും ജപമാലയും വായിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ മുടങ്ങാറില്ല. എവിടെ പോയാലും എനിക്ക് വിഷമമാണ്, അത് ആ സമയത്തിന് ഞാൻ ചെയ്തിരിക്കും എങ്ങനെയൊക്കെ ആയാലും. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമാണ്. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ അമ്മയുണ്ട്. ഇപ്പോൾ ഇത് 3ാമത്തെ ഉടമ്പടിയാണ്. ഈ കഴിഞ്ഞ ഉടമ്പടിക്ക് വന്നപ്പം തലേന്ന് ഞാൻ പ്രാർത്ഥിച്ച അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോന്ന് എനിക്ക് കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞു. എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ മാതാവിനെ പിടിക്കാൻ എനിക്കുള്ള അനുഗ്രഹം കിട്ടി.
കഴിഞ്ഞ ഉടമ്പടിക്ക് ഞാൻ മാതാവിനെ എടുത്തു. സങ്കീർത്തനങ്ങൾ 62:1. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. പ്രസന്ന നായർ എന്ന ഈ സഹോദരിയും മകളും കുടുംബത്തിൽ പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 32 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് നിയോഗം സമർപ്പിക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി മാറുകയും കഴിഞ്ഞ 1 വർഷമായി ഒരു തവണ പോലും അത് വന്നിട്ടില്ലെന്നും യാതൊരു മരുന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ആ രോഗത്തിന് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്പോണ്ടിലോസിസിൻ്റെ രോഗം കാരണം ഒരു കറിക്കത്തി പോലും കയ്യിലെടുക്കുവാനാവാത്ത വിധം തീവ്രമായ വേദനയിലാണ് സഹോദരി പൊയ്ക്കൊണ്ടിരുന്നത്. അതും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിക്കുകയും ചെയ്തതിലൂടെ അതിനും പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും സാധാരണ ജീവിതവും സാധാരണ ജോലികളും ചെയ്യുന്നതിന് സഹോദരിക്ക് സാധിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന് മോൾക്കുണ്ടായ പ്രത്യേകമായ ഒരു രോഗാവസ്ഥയാണ്. അത് ശിരസ് മുതൽ പാദം വരെ ശരീരം മുഴുവനും അത് അലർജിക്കായിട്ട് തടിക്കുകയും അവിടെ ചലവും നീരും ഒക്കെ വരികയും രക്തം ഒഴുകുകയും ചെയ്യുന്ന രീതിയിൽ മരുന്നുകൾ പലതുപയോഗിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്ത വിധം മകൾ വല്ലാത്ത രീതിയിൽ വിഷമത്തിലേക്കും രോഗത്തിലേക്കും പോയപ്പോഴാണ് അമ്മ മാതാവിൻ്റെ വലിയ സാക്ഷ്യവും വലിയ അനുഭവവും കുടുംബത്തിന് ലഭിക്കുക. പലരും ആ രോഗത്തെക്കുറിച്ച് പലതരത്തിൽ സംസാരിക്കുകയും പല നാളുകൾ എടുക്കുമെന്ന് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവിൽ പൂർണ്ണമായി അത് സമർപ്പിച്ച് മകൾ വന്ന ഉടൻ തന്നെ, ബാംഗ്ലൂർ പഠിച്ചിരുന്ന മകൾ വീട്ടിൽ വന്ന ഉടൻ തന്നെ അമ്മ മാതാവിൻ്റെ ഉപ്പ് കലർത്തിയ വെള്ളം ഉപയോഗിച്ച് മകളുടെ ദേഹം കഴുകുന്നതിനും ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് മകളോട് പറയുകയും അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡോക്ടർമാർ 2 മാസം 3 മാസം എടുക്കുമെന്ന് പറഞ്ഞ ചികിത്സ കേവലം 1-1.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായി മകൾക്ക് സൗഖ്യപ്പെടുകയും ഒരു പാടുപോലുമില്ലാതെ യാതൊരു തരത്തിലുള്ള രോഗത്തിൻ്റെ അവസ്ഥകളുമില്ലാതെ മകൾക്ക് അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച അനുഗ്രഹത്തെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. രോഗപീഠകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ നമുക്ക് വേഗത്തിലുള്ള ഔഷധമായി തീരുന്നു. വിശ്വാസത്തോടെ അത് പ്രയോഗിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള ഔഷധമായി തീരുന്നു. നമ്മളെ ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് അഭിഷേകത്തിനും ആത്മധൈര്യത്തിനുമുള്ള വസ്തുക്കളായി മാറുന്നു. അതുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഓരോന്നും പ്രത്യേകമാംവിധം പ്രാർത്ഥിച്ച് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കും വിധം കൈമാറപ്പെടുന്നതാണ്. ആദരവോടെ അവ സൂക്ഷിക്കുന്നതിന്, വിശ്വാസത്തോടെ അത് ഉപയോഗിക്കുന്നതിന്, അത് നമുക്ക് ആരോഗ്യത്തിനും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രതിസന്ധികൾ അവസാനിക്കുന്നതിനും ഇവ ഉപകരിക്കുമെന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചുപയോഗിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള അടിസ്ഥാനമാകുന്നു. അതാണ് ഈ സാക്ഷ്യത്തിൽ ഈ മക്കൾ പ്രത്യേകമാംവിധം ലോകത്തോട് വിളിച്ചു പറയുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കരങ്ങളടിച്ച് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.